അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന പോഡ്കാസ്റ്റിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷം നിങ്ങൾ എവിടെയായാലും, വീട്ടിലോ യാത്രയിലോ ജോലിക്കിടയിലോ, ഒരു നിമിഷം മനസ്സ് ശാന്തമാക്കി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ശ്രമിക്കാം. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വചനമാണ് റോമർ 12:9. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. Let love be without dissimulation. Abhor that which is evil. Cleave to that which is good. നന്മയ്ക്കും പാപത്തിനും ഒരിക്കലും ഒന്നിച്ചു നിൽക്കാനാവില്ല. അവ പരസ്പര വിരുദ്ധമാണ്. എന്നാൽ നമ്മുടെ ഹൃദയം ഏതു വശത്താണ് നിൽക്കുന്നത്? നന്മയെ സ്നേഹിക്കുമ്പോൾ ദോഷത്തെ വെറുക്കാനുള്ള മനസ്സും നമ്മിൽ ഉണ്ടാകണം. പാപത്തെ എതിർത്ത് പറയാനുള്ള ധൈര്യം നാം വളർത്തിയെടുക്കണം. പാപത്തെ, അതായത് സ്വാർത്ഥത, അശുദ്ധി, ദുഷ്പ്രവൃത്തികൾ, ഇവയെ നമ്മുടെ ഉള്ളിൽ നിന്ന് നാം നീക്കം ചെയ്യണം. കാരണം ശുദ്ധമായ ഹൃദയത്തിൽ മാത്രമേ ദൈവത്തിന്റെ കൃപകൾ വളരുകയുള്ളൂ. നാം ഓരോ ദിവസവും നമ്മോട് തന്നെ ചോദിക്കണം, ഇന്ന് ഞാൻ ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതമാണോ നയിച്ചത്? എൻ്റെ ചിന്തകൾ ശുദ്ധമായിരുന്നോ? നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് ഒരു കാവൽ നിർത്തേണ്ടത് ആവശ്യമാണ്. ദോഷത്തെ വെറുക്കുകയും നന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല. അത് ഓരോ ദിവസവും പാലിക്കേണ്ട ഒരു തീരുമാനമാണ്. Let us therefore cultivate in ourselves hatred for sin, selfishness, impurity, and every evil way, that we may find it easier to cultivate in our hearts the beautiful graces of Spirit. പുനരുത്ഥാന തേജസ്സിന് നാം യോഗ്യരായി എണ്ണപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയം ആകാംക്ഷ നിറഞ്ഞതും ദൈവം നമ്മെ ആക്കുവാൻ ആഗ്രഹിക്കുന്നതിനോടെല്ലാം നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരിക്കുന്നതും ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, നന്മ ചെയ്യാനുള്ള മനസ്സിന്റെ ആഗ്രഹം അത് അത്യാവശ്യമാണ്. ഹൃദയം അത് നമ്മുടെ ജീവന്റെ കേന്ദ്രമാണ്. ചിന്തകൾ അത് നമ്മുടെ പ്രവൃത്തികളുടെ വിത്തുകളാണ്. ഹൃദയം ഒരു തോട്ടം പോലെയാണ്. നല്ല വിത്ത് വിതച്ചാൽ നല്ല ഫലം കൊയ്യാം. ആകാത്ത വിത്ത് വിതച്ചാലോ ഫലം തീയതായിത്തീരും. കർശനമായ കാവലില്ലെങ്കിൽ അശുദ്ധ ചിന്തകൾ, അസൂയ, സ്വാർത്ഥത ഇവയെല്ലാം അതിൽ വളരും. ഒരു സമാപന പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാം. സ്നേഹമുള്ള സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. നന്മയോടുള്ള സ്നേഹം ഞങ്ങളിൽ വളർത്തണമേ. ഞങ്ങൾ ചിന്തിക്കുന്നതിലും സംസാരിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വഴിയിൽ സ്ഥിരമായി നടക്കുവാൻ ശക്തി തരണമേ. എല്ലാം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ പോഡ്കാസ്റ്റ് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുമായി പങ്കുവയ്ക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഒരുമിക്കാം.